പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വലഞ്ഞ ജനങ്ങൾ. പ്രതിസന്ധി ഏറ്റവും അധികം സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുക. പാചകവാതക വില വർധന പോലും തരണം ചെയ്യുക അസാധ്യമാണ് എന്ന് ജനങ്ങൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇന്ധന ഉപഭോഗം കുറയ്ക്കണം, അത്യാവശ്യമില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. കോവിഡിന് സമാനമായ സാഹചര്യം അല്ലെങ്കിലും ഒരു ഹാഫ് ലോക്ക്ഡൌണിലേക്ക് പോകുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് താങ്ങാൻ പറ്റില്ല. ലോക്ക്ഡൗൺ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലല്ലോ ഒരിക്കലും. അപ്പം അത് ആവശ്യമില്ല. ഇപ്പം നിലവിൽ ഈ പ്രധാനമന്ത്രി തന്നെയാണ് പറയണത്, 7 കപ്പലുകൾ പോകുന്നു, പെട്രോളിനൊരു പ്രശ്നമില്ല, നിങ്ങൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പശ്ചിമേഷ്യയിലല്ലേ യുദ്ധം നടക്കണം, നമുക്കെന്താ കാര്യമൊന്നും. ഇപ്പം നമ്മുടെ അടുക്കള വരെ സാധനം കത്തില്ലേ? പെട്രോളിന് വില കൂടിയാൽ എല്ലാ ആവശ്യ സാധനങ്ങൾക്കും വില കൂടും. ജനങ്ങൾ നട്ടല്ലൊടിയും ജനങ്ങളുടെ. അല്ലെങ്കിൽ തന്നെ ഭയങ്കര ദൂർത്ത് സ്വർണം വാങ്ങിക്കുക, പെട്രോൾ അടിക്കുന്ന മനുഷ്യനൊക്കെ ഈ പറഞ്ഞ മാതിരി എന്താ ചെയ്യാം? പ്രധാനമന്ത്രിക്ക് അങ്ങനെ പലതും പറയാം. അയാൾക്ക് വലിയ വിവരമുണ്ടോ? അയാൾക്കൊരു വിവരമില്ല. അയാളങ്ങനെ പലതും പറയും. അത് നമ്മൾ നോക്കണ്ട. കാരണം അയാളിങ്ങനെ നെഞ്ചും പിരിച്ച് പലതും പറയും. അതൊന്നും നമ്മൾ നോക്കണ്ട. കാര്യങ്ങൾ വേറെയാണ്. സാമ്പത്തികം അയാൾക്ക് അറിഞ്ഞുകൂടാ. ഈ ലോകം അങ്ങനെ എല്ലാവർക്കും സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുമെന്നല്ല. പല പ്രശ്നങ്ങളും വരും. ഇതൊക്കെ നമ്മൾ കണ്ട് ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ ഇതിനെ കടന്നു പോകേണ്ട, തരണം ചെയ്ത് നമ്മൾ പോകണം. എനിക്ക് യാതൊന്നുമില്ല. ആകാശത്തെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നടക്കുന്നില്ല. സാധാരണക്കാർക്കായിരിക്കും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിഡിൽ ക്ലാസ്സിനൊന്നും വലിയ പ്രോബ്ലം ഇല്ല. അതിൽ മാനേജ് വിത്ത് ഇൻഡക്ഷൻ കുക്കേഴ്സും അതൊക്കെ വെച്ച് അവർ മാനേജ് ചെയ്യുമായിരിക്കും. പക്ഷേ അതർവൈസ് ദ ജനറൽ പീപ്പിൾ ആർ ഗോയിങ് ടു ബി എഫക്റ്റഡ്. ഇതിന് എന്തെങ്കിലും പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ കൂടിയാൽ പിന്നെ അത് ഇറങ്ങുന്ന പ്രശ്നമാണ്. അനദർ തിങ്, ഈവൻ പണ്ടത്തെ ഗവൺമെൻറ് UP ഗവൺമെൻറ് ചെയ്ത മാതിരി എന്തെങ്കിലും ഒരു സബ്സിഡി കൊടുത്തായാലും പ്രൈസിനെ നിലനിർത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിക്കണേയുള്ള. അപ്പോൾ എല്ലാത്തിനും ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആകെ കഷ്ടപ്പാടായിരിക്കും. സാധാരണക്കാർക്ക് ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷനാവും. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഈ കല്യാണത്തിൻ്റെ എന്ത് ചെയ്യും? കല്യാണത്തിന് സ്വർണം മേടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ ചെയ്യണത്? സാധാരണക്കാർക്ക് ജീവിക്കേണ്ടേ? അപ്പം സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? ഇവർക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതി ഓരോ കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഈ പ്രശ്നം ഗുരുതരമായി ബാധിക്കുക. കോവിഡിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ചവർ ഇതും അതിജീവിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹാമോ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. कम करना होगा. शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे. आज दान की जरूरत नहीं है, लेकिन देश हित में हमको ये तय करना पड़ेगा कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे.